ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വാസമില്ലെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. 18 പേരുടെ വിവരം ഹേമ കമ്മിറ്റിക്ക് കൈമാറിയിരുന്നെങ്കിലും ഇവരെ ആരെയും ഹേമ കമ്മിറ്റി വിളിച്ചില്ല. ചൂഷണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ജസ്റ്റിസ് ഹേമ അത് പോലീസിനെ അറിയിക്കണമായിരുന്നു. ചലച്ചിത്ര മേഖലയിലെ ലഹരി മാഫിയയെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെട്ടു. ഈ ഹേമ കമ്മിറ്റി എന്തിനാണ് സർക്കാർ രൂപീകരിച്ചത്? സ്ത്രീകൾക്ക് ഈ സിനിമ തൊഴിലിടത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ആ റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ ഈ സിനിമ ലോകത്തുള്ള സകല സ്ത്രീകളെയും ഒന്നടങ്കം അപമാനിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ നടക്കുന്നത്. എല്ലാവരും ആരുടെയൊക്കെയോ കൂടെ പോയി കിടന്നിട്ടാണ് ഇവിടെ. എന്താണിത്? ഇതിനായിരുന്നു ആ കമ്മിറ്റി. അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റി ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. അതെ, സ്ത്രീകളുടെ കൂട്ടായ്മ. അതിനൊത്ത് ചില പുരുഷന്മാരും അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. അവരുടെ യഥാർത്ഥ ഉദ്ദേശം തന്നെ ഇവിടെയുള്ള സംഘടനകളെ പൊളിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ ആരും കൂട്ടു നിൽക്കില്ല.